Dear students, in this session, let us discuss waterborne diseases. Waterborne diseases. A disease transmitted by drinking water or by contact with potable or bathing water is referred to as waterborne diseases. Many waterborne diseases have been referred to as the intestinal or filth diseases because they are usually transmitted by water that has been contaminated with human feces or feces from domestic and wild animals. Many waterborne diseases occur when pathogenic microorganisms in the contaminated water are ingested. These diseases generally are of the bacterial, viral, protozoal or helminthic parasitic type. നമ്മൾ ജലജന്യ രോഗങ്ങളെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ജലത്തിൽ കൂടി പകരുന്ന രോഗമാണ് ജലജന്യ രോഗം എന്ന് പറയുന്നത്. കുടിവെള്ളം മലിനീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അഥവാ രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ സൂക്ഷ്മജീവികൾ ഉൾക്കൊള്ളുന്ന ജലം കുടിച്ചു കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത്. Many waterborne diseases have been referred to as the intestinal or filth diseases. മാലിന്യങ്ങളിൽ നിന്നുണ്ടാകുന്ന രോഗം. ആ മാലിന്യങ്ങളിൽ കൂടി തന്നെയാണ് ഈ രോഗങ്ങൾ പടരുന്നത്. അത് കണ്ടാമിനേറ്റഡ് ആയിരിക്കുന്ന വാട്ടർ, അത് ഹ്യൂമൻ ഫീക്കസ്, മനുഷ്യമലത്തിൻ്റെ അംശമൊക്കെ ജലത്തിൽ വരികയും അങ്ങനെയുള്ള ജലമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് ജലജന്യ രോഗങ്ങൾ ഉണ്ടാകുന്നത്. അത് ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ, പിന്നെ പാരാസിറ്റിക് ടൈപ്പ്, അതായത് ചില കൃമികൾ, അതിൻ്റെയൊക്കെ ആക്രമണം നിമിത്തമാണ് ജലജന്യ രോഗങ്ങൾ ഉണ്ടാകുന്നത്. കോളറ is an infectious disease that causes severe watery diarrhea which can lead to dehydration and even death if untreated. It is caused by eating food or drinking water contaminated with a bacterium called Vibrio cholerae. Symptoms of cholera can begin as soon as a few hours or as long as 5 days after infection. Often, symptoms are mild, but sometimes they are very serious. About 1 in 20 people infected have severe watery diarrhea accompanied by vomiting, which can quickly lead to dehydration. Although many infected people may have minimal or no symptoms, they can still contribute to spread of the infection. കോളറ ഒരു ജലജന്യ രോഗമാണ്. വിബ്രിയോ കോളറെ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ഇത് പകരുന്നതിന് അല്ലെങ്കിൽ രോഗം പടർത്തുന്നതിന് കാരണമാകുന്നത്. ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ചില മണിക്കൂറിനകം, ചിലപ്പോൾ 4-5 ദിവസത്തിന് ശേഷമായിരിക്കും സിംറ്റംസ് പ്രത്യക്ഷപ്പെടുക. രോഗത്തിൻ്റെ സിംറ്റംസ് പലപ്പോഴും വളരെ മൈൽഡായിരിക്കാം, പക്ഷേ ചില കേസിൽ അത് വളരെ സീരിയസ് ആകാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് ഡയറിയയാണ്. ഡയറിയ എന്ന് പറഞ്ഞാൽ വയറിളക്കം. അത് ഡീഹൈഡ്രേഷനും കാരണമാകും. ചിലപ്പം ഇതിൻ്റെ സിംറ്റംസ് വളരെ നേർത്തതാണെങ്കിൽ കൂടിയും ഇങ്ങനെ വളരെ മൈൽഡായിരിക്കുന്ന സിംറ്റംസ് ഉള്ള ആൾക്കാർ പോലും രോഗം പകരുന്നതിന്, രോഗം വ്യാപിക്കുന്നതിന്, ഇൻഫെക്ഷൻ സംഭവിക്കുന്നതിന് കാരണക്കാരാണ്. സൈൻസ് ആൻഡ് സിംറ്റംസ്: റാപ്പിഡ് ഹാർട്ട് റേറ്റ്, ലോസ് ഓഫ് സ്കിൻ എലാസ്റ്റിസിറ്റി, dry mucous membranes including the inside of the mouth, throat, nose and eyelids, low blood pressure, thirst, muscle cramps. കോളറയുടെ രോഗലക്ഷണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റാപ്പിഡ് ഹാർട്ട് റേറ്റ്, ലോസ് ഓഫ് സ്കിൻ എലാസ്റ്റിസിറ്റി, ഡ്രൈ മ്യൂക്കസ് മെംബ്രെയിൻസ് ഇൻക്ലൂഡിങ് ദി ഇൻസൈഡ് ഓഫ് ദി മൗത്ത്, ത്രോട്ട്, നോസ് ആൻഡ് ഐലിഡ്സ്. ഒരുതരം പൂപ്പൽ പോലെ നമ്മുടെ വായിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നതാണ്. ലോ ബ്ലഡ് പ്രഷർ, കുറഞ്ഞ രക്തസമ്മർദ്ദം, തേസ്റ്റ്, ദാഹം, മസിൽ ക്രാംസ്, മസിലിനൊക്കെ ഉണ്ടാകുന്ന വേദന.
Rehydration is the first priority in the treatment of cholera. Rehydration is accomplished in two phases, rehydration and maintenance. The goal of the rehydration phase is to restore normal hydration status within 4 hours. Set the rate of intravenous infusion in severely dehydrated patients at 50 to 100 ml per kg per hour. Lactated Ringer's solution is preferred over isotonic sodium chloride solution because saline does not correct metabolic acidosis. That is a serious electrolyte disorder characterized by an imbalance in the body's acid-base balance. കോളറയുടെ ട്രീറ്റ്മെൻറ്റിലെ പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് റീഹൈഡ്രേഷൻ, ജലനഷ്ടം, നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ജലനഷ്ടത്തെ പരിഹരിക്കുക, ആവശ്യത്തിന് ജലം ശരീരത്തിലേക്ക് കൊടുക്കുക, അതിനുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട ഘടകം, ട്രീറ്റ്മെൻറ്റിലെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. 2 ഫേസ് ഉണ്ട്, റീഹൈഡ്രേഷന് 2 ഫേസ് ഉണ്ട്. ഒന്ന് റീഹൈഡ്രേഷൻ, രണ്ടാമത്തത് ആ റീഹൈഡ്രേഷൻ്റെ മെയിൻ്റനൻസ്, നമ്മുടെ ശരീരത്തിലെ ജലം അവിടെ നിലനിൽക്കണം. So the goal of rehydration phase is to restore normal hydration status within few hours. അതാണ് മണിക്കൂറിനകം നഷ്ടപ്പെട്ട ജലം തിരിച്ചു നൽകുക, ശരീരത്തിനുണ്ടായ ജലനഷ്ടം അത് തിരിച്ചു നൽകുക എന്നുള്ളതാണ് റീഹൈഡ്രേഷൻ സ്റ്റേജിലെ ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത്. അത് നമ്മൾ സാധാരണ ട്രിപ്പ് കൊടുത്തുകൊണ്ട്, ആ ട്രിപ്പ് കൊടുക്കുന്നതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് ലാക്റ്റേറ്റഡ് റിഞ്ചേഴ്സ് സൊല്യൂഷനാണ്. അതിൽ സോഡിയവും പൊട്ടാസ്യവും കാൽസ്യത്തിൻ്റെയും സോൾസാണ് ഉണ്ടായിരിക്കുന്നത്. അതാണ് ഏറ്റവും നല്ല ഒരു ട്രിപ്പിനുള്ള അല്ലെ റീഹൈഡ്രേഷനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദി ഗോൾ ഓഫ് ദ മെയിൻ്റനൻസ് ഫേസ് ഇസ് ടു മെയിൻറ്റെയിൻ നോർമൽ ഹൈഡ്രേഷൻ സ്റ്റാറ്റസ് ബൈ റീപ്ലേസിംഗ് ഓൺഗോയിങ് ലോസസ്. The oral route is preferred and the use of oral rehydration solution ORS at a rate of 500 to 1000 ml per hour is recommended. Usually no drugs are used for the treatment. Antimicrobial agents typically are administered for 3 to 5 days. However, single dose therapy with tetracycline, doxycycline, ampicillin, erythromycin, chloramphenicol or ciprofloxacin has been shown effective in reducing the duration and volume of diarrhea. ജലനഷ്ടം, ശരീരത്തിനുണ്ടാകുന്ന ജലനഷ്ടം അത് പരിഹരിച്ച് അതവിടെ നിലനിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് ഫേസ് എന്ന് പറയുന്നത്, റീഹൈഡ്രേഷൻ്റെ മെയിൻ്റനൻസ് ഫേസ് എന്നത്. ഓറൽ റൂട്ടാണ് പ്രിഫർ ചെയ്യുന്നത്, ORS, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ അഥവാ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ നൽകിക്കൊണ്ടാണ് ഇതിൻ്റെ ഈ ജലനഷ്ടമുണ്ടാകുന്നത് പരിഹരിക്കുന്നത്. സാധാരണ കേസിൽ കോളറയ്ക്ക് ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കാറില്ല. എന്നാൽ ആൻറ്റി മൈക്രോബിയൽ ഏജൻസ് നൽകാറുണ്ട് 3 to 5 days. അതുപോലെ സിംഗിൾ ഡോസ് തെറാപ്പി, വളരെ ടിപ്പിക്കലായിരിക്കുന്ന കേസിൽ സിംഗിൾ ഡോസ് തെറാപ്പി കൊടുക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മെഡിസിൻസ് എന്ന് പറയുന്നത്, ഡ്രഗ്സ് എന്ന് പറയുന്നത് ടെട്രാസൈക്ലിൻ, ഡോക്സിസൈക്ലിൻ, ആംബിസിലിൻ, എരിത്രോമൈസിൻ, ക്ലോറാംഫെനിക്കോൾ, സിപ്രോഫ്ലോക്സാക്സിൻ എന്നിവയാണ്. ഡിസെൻട്രി, സിംറ്റംസ് ആൻഡ് മെഡിസിൻസ്. Dysentery is an intestinal inflammation primarily of the colon. It can lead to mild or severe stomach cramps and severe diarrhea with mucus or blood in the fecus. Without adequate hydration, it can be fatal. Any patient with diarrhea or vomiting should drink plenty of fluids to prevent dehydration. If they are unable to drink or if diarrhea and vomiting are profuse, intravenous fluid replacement may be necessary. The patient will be placed on drip and monitored. In extreme cases, metronidazole is often used to treat dysentery. Dysentery അഥവാ വയറിളക്കം എന്നതും ഒരു ജലജന്യ രോഗമാണ്. Dysentery is an intestinal inflammation primarily of the colon. വൻകുടലിനുണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ, ഒരു വീക്കം, അതാണ് ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് സിവിയർ സ്റ്റൊമക് ക്രാംസ് ആണ്, ശക്തമായിരിക്കുന്ന വയറുവേദനയാണ്. പിന്നെ മലത്തിൽ മ്യൂക്കസ്, ബ്ലഡിൻ്റെ അംശമൊക്കെ ഉണ്ടാകാം.
നല്ലതുപോലെ ജലം കുടിക്കുന്നില്ലെങ്കിൽ, ഫ്ലൂയിഡ് കഴിക്കുന്നില്ലെങ്കിൽ ഈ ഡിസെൻട്രി അത് വളരെ മാരകമാകാം, ഫെറ്റലാകാം. ഇനി ഒരു പേഷ്യൻ്റിന് വയറിളക്കവും ഛർദിയും സംഭവിക്കുന്നുണ്ടെങ്കിൽ ധാരാളം വെള്ളം കുടിക്കണം. ഇനി അതുകൊണ്ടും അത് പരിഹരിക്കപ്പെടുന്നില്ലെന്നുണ്ടെങ്കിൽ ട്രിപ്പ് നൽകേണ്ടതായിട്ട് വരും. ടൈഫോയിഡ് സിംറ്റംസ് ആൻഡ് മെഡിസിൻസ്. Typhoid is an infection caused by the bacteria Salmonella typhimurium. The bacterium lives in the intestines and bloodstream of humans. It is spread through contaminated food, water, poor sanitation, and occasionally through direct contact with someone who is infected. Symptoms normally begin 6 to 30 days after exposure to the bacteria. The two major symptoms of typhoid are fever and a rash. Typhoid fever is particularly high, gradually increasing over several days up to 104 degrees Fahrenheit. ടൈഫോയിഡിൻ്റെ ലക്ഷണങ്ങളും അതിനുള്ള മെഡിസിനുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ടൈഫോയിഡ് ഉണ്ടാകുന്നതിൻ്റെ കാരണം സാൽമൊണെല്ല ടൈഫ്മൂരിയം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ്. ഇതും നമ്മുടെ വയറിൽ അല്ലെങ്കിൽ കുടലിൽ ആണ് ഇവൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നത്. അതും പിന്നെ കണ്ടാമിനേറ്റഡ് ആയിരിക്കുന്ന ഫുഡ്, വാട്ടർ, പുവർ സാനിറ്റേഷൻ, അതുപോലെ രോഗിയുമായിട്ടുള്ള കോണ്ടാക്റ്റിൽ കൂടിയൊക്കെ ഈ രോഗം പകരാം. ബാക്ടീരിയയുടെ സാന്നിധ്യം നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ 6 മുതൽ 30 ദിവസം കൊണ്ടാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ പുറത്തേക്ക് വരിക. കടുത്ത പനിയും അതുപോലെ ദേഹത്തൊക്കെ ഉണ്ടാകുന്ന ഒരു ചുമന്ന ഒരു പാട്, തടിപ്പ്, റാഷ്, ഇതുമാണ് ഇതിൻ്റെ രോഗലക്ഷണം എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും, 104 ഫാരൻഹീറ്റ് വരെയൊക്കെ ബോഡി ടെമ്പറേച്ചർ ഉയരാം. ദി റാഷ് വിച്ച് ഡസ് നോട്ട് അഫക്റ്റ് എവരി പേഷ്യൻറ്റ് കൺസിസ്റ്റ് ഓഫ് റോസ് കളേർഡ് സ്പോട്ട്സ് particularly on the neck and abdomen. Other symptoms can include weakness, abdominal pain, constipation, and headaches. Rarely, symptoms might include diarrhea and vomiting. In serious untreated cases, the bowel can become perforated. This can lead to peritonitis, which can be very serious indeed. രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഒന്നും കൂടി ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ടൈഫോയിഡ് പിടിച്ചു കഴിഞ്ഞാൽ ക്ഷീണം, അതുപോലെ വയറുവേദന, മലബന്ധം, തലവേദന, ചില സന്ദർഭങ്ങളിൽ വയറിളക്കം, ഛർദി ഇവയൊക്കെ ഉണ്ടാകാം. ശരിയായ ചികിത്സ കൊടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ദി ബൗൾ ക്യാൻ ബിക്കം പെർഫറേറ്റഡ്, അതായത് ആ വൻകുടൽ ഭാഗത്ത് ചെറിയ ചെറിയ സുഷിരങ്ങൾ വീഴാം. അതിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന അസുഖമാണ് പെരിറ്റോണൈറ്റിസ്, അല്ലെങ്കിൽ ദിസ് ക്യാൻ ലീഡ് ടു പെരിറ്റോണൈറ്റിസ്. ദാറ്റ് ഈസ് എൻ ഇൻഫെക്ഷൻ ഓഫ് ദി ടിഷ്യൂ ദാറ്റ് ലൈൻസ് ദി ഇൻസൈഡ് ഓഫ് ദി അബ്ഡോമൻ. The only effective treatment for typhoid is antibiotics. Other than antibiotics, it is sensible to rehydrate by drinking adequate water. The most commonly used antibiotics are ciprofloxacin, ceftriaxone, azithromycin. That is all in this particular session. And the assignment is you have to briefly discuss what are waterborne diseases. The last date for submitting the assignment is October 7, 2020. Thank you.